വനിതാ സംവരണ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്ര സർക്കാർ ലക്ഷ്യം ബിജെപിയുടെ രാഷ്ട്രീയ നേട്ടം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വനിതാ സംവരണ ഭേദഗതി ബിൽ നാളെ ലോക്സഭയുടെ പരിഗണനയ്ക്ക്. കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ബിജെപിയുടെ രാഷ്ട്രീയ നേട്ടം മാത്രം. വനിതാ സംവരണത്തിന്റെ പേരിൽ രാജ്യത്ത് ബിജെപി മണ്ഡലങ്ങൾ ഉറപ്പാക്കാനാണ് 18 വരെ നീളുന്ന പ്രത്യേക സമ്മേളനത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യാൻ ലക്ഷ്യമിട്ടാണ് ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ലായി വനിതാ സംവരണ ബിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനൊപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വനിതാ സംവരണത്തിനായി കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി ബില്ലും പുതിയ മണ്ഡല പുനർനിർണയ കമ്മീഷനെ നിയോഗിക്കാനുള്ള ബില്ലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കും. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെങ്കിൽ രാജ്യം വലിയൊരു പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ-ഇസ്രയേൽ അമേരിക്കൻ അച്ചുതണ്ട് യുദ്ധം മൂലം ആഗോള വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സം ഔഷധ വിപണിയെ ബാധിച്ചു. ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെയും സോൾവെന്റുകളുടെയും വിലയിലുണ്ടായ വർധന കണക്കിലെടുത്ത മരുന്നുകളുടെ വില 15% വരെ കൂട്ടാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം സ്റ്റേ ചെയ്ത സുപ്രീം കോടതി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ റിനികി ഭുയാനെതിരായ ആരോപണത്തിൽ പവൻ ഖേരയ്ക്കെതിരെ അസം പോലീസ് കേസെടുത്തിരുന്നു. അസം സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ഛത്തീസ്ഗഡിലെ ശക്തി ജില്ലയിലുള്ള വേദാന്ത പവർ പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ 14 ഉയർന്നു. ഇന്നലെ ഉച്ചയോടെയാണ് ദാരുണമായ അപകടമുണ്ടായത്. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന 20 പേരിൽ ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. വിഷുദിനമായി ഇന്ന് പവന് 1040 രൂപ വർദ്ധിച്ച് 1,12,880 രൂപയിലെത്തി. ഗ്രാമിന് 130 രൂപ ഉയർന്ന 14,240 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. സോഷ്യൽ മീഡിയ താരം റിൻസി മുംതാസ് വീണ്ടും MDMA-യുമായി പിടിയിൽ. ലഹരി ഉപയോഗിക്കാനും വിൽക്കാനും റൂം എടുത്ത് കഴിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തെ MJ റെസിഡൻസിയിൽ വെച്ചാണ് പിടിയിലായത്. ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായകമായ അധികാരമാറ്റം. BJP നിയമസഭാ കക്ഷി നേതാവായ സാമ്രാട്ട് ചൗധരി ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് BJP-യിൽ നിന്നുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്നത്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെയാണ് സാമ്രാട്ട് ചൗധരിക്ക് വഴിയൊരുങ്ങിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ പുനരാരംഭിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ പ്രവർത്തനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് നിർണായകമായ ഈ വെളിപ്പെടുത്തൽ. പ്രതീക്ഷകളുടെ കണിക്കാലമൊരുക്കി മലയാളി ഇന്ന് വിഷു ആഘോഷിച്ചു. കാർഷിക സമൃദ്ധിയുടെ ഭൂതകാല സ്മരണകൾക്കൊപ്പം വരാനിരിക്കുന്ന നല്ല കാലങ്ങളിലേക്കുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഓരോ വിഷുക്കാലവും. മേടച്ചൂടിനൊപ്പം ഐശ്വര്യത്തിന്റെയും പുതുപ്രതീക്ഷകളുടെയും സമാധാനത്തിന്റെയും പുതുവർഷത്തിന്റെ തുടക്കമാണ് ഓരോ വിഷുപ്പുലരിയും. ഐശ്വര്യത്തിന്റെ കാഴ്ചയൊരുക്കി കൊന്നപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന മേടപ്പുലരിയിൽ മലയാളികൾ സമൃദ്ധിയുടെ കണി കണ്ടുണർന്നു. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.